ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടിയിൽ ഈയിടെ നവീകരണം പൂർത്തിയാക്കിയ കോട്ടപ്പടി പള്ളിച്ചിറ കുളത്തിൻ്റെ സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതുപോലെ 6 കുളങ്ങളാണ് ഈയിടെ നവീകരണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് വേണ്ടി ഗുരുവായൂർ നഗരസഭ തുറന്നു കൊടുത്തത്. ആർക്കും ഏതു സമയം കടന്നു ചെല്ലാവുന്ന തെളിമയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഗുരുവായൂർ നഗരസഭയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ശ്രീ എം കൃഷ്ണദാസിൻ്റേത്. അദ്ദേഹവുമായിട്ടുള്ള വിശേഷത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. നെറിയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ, അഴലകലാൻ കരളു കൊടുത്തേ വെയിലിൻ കൊള്ളി. നമസ്കാരം. നമസ്കാരം. വലിയ സന്തോഷം. ആദ്യം തന്നെ വലിയ അഭിനന്ദനങ്ങൾ. ഒരുപാട് അവാർഡുകൾ. ഏറ്റവും അവസാനം തന്നെ കഴിഞ്ഞ ആഴ്ചയിലും മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചിട്ടിരിക്കുമ്പോൾ സൈമാഷൊരു ഇന്റർവ്യൂവിൽ പറയണായിരുന്നു, ഇനി പൊൻതൂവലുകൾ വെക്കാൻ കിരീടത്തില് സ്ഥലമില്ലാത്തത്ര അവാർഡുകൾ നേടിയിട്ടിരിക്കുന്ന ഒരു നഗരസഭയും അതിന് നേതൃത്വം കൊടുക്കുന്ന ചെയർമാൻ. അപ്പോ അഭിനന്ദനങ്ങൾ നൽകുന്നു. നമുക്ക് വിശേഷം പറഞ്ഞു പോവാം. ദാസേട്ടന്റെ ചെറുപ്പം, ജനനം, പഠനം, അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ വെച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. ഞാൻ ജനിക്കുന്നത് 1965-ലാണ്. ജനിച്ച് 6 മാസം തികയുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. ഒരു 13ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ UP സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ചാവക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എന്നെ സ്കൂളിൽ വിദ്യാഭ്യാസത്തിനായി ചേർത്ത്. എനിക്ക് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നായിരുന്നു ആഗ്രഹം. വീടിന്റെ തൊട്ടടുത്ത്, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ തൊട്ട്, എപ്പോഴും എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ പോയി കളിക്കുന്ന സ്ഥലം, അത്ര അടുപ്പുള്ള സ്ഥലം. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ചിരുന്ന, ഞാൻ വൈദ്യുത സ്കൂളിലാണ് പഠിച്ചിരുന്നത്, എൻ്റെ കൂടെ പഠിച്ചിരുന്ന മിക്കവാറും എല്ലാവരും ശ്രീകൃഷ്ണ സ്കൂളിലാണ് ചേരണത്. അപ്പൊ അവിടെ ചേർന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അമ്മ ചാവക്കാട് ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ ഒരു കണ്ണെത്തിനോടത്ത് ഞാൻ ഉണ്ടാവണമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം എന്നെ ഒരു കാരണവശാലും ശ്രീകൃഷ്ണയിൽ ചേർക്കില്ല എന്ന തീരുമാനം എടുത്തു. എന്നെ ചാവക്കാട് ഹൈസ്കൂളിൽ ചേർത്തു. പക്ഷെ ചാവക്കാട് സ്കൂളിൽ ചേർത്തു എന്നുണ്ടെങ്കിലും എൻ്റെ മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തും. കാരണം കാലത്ത് പോകുമ്പോൾ ആ വഴിക്കാണ് പോവുക, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഗ്രൗണ്ടിൽ കയറിയിട്ടാണ് വരിക. ചാവക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ ചേർന്നു. അവിടെ വെച്ചിട്ടാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നത്. ഞാൻ പഠിക്കാൻ തുടങ്ങിയ കാലം 78 എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഒരു കാലമാണ്. രാജ്യത്ത് വ്യാപകമായ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടായ ഒരു കാലമാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ കേൾക്കുന്നത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമായൊരു അവസ്ഥയായിരുന്നു. ഒരുപാട് ജനാധിപത്യ ധ്വംസനങ്ങൾ നടന്നു. അതിൻ്റെ ഭാഗമായി ഒരുപാട് ആളുകൾ തടവറയിൽ പീഡിപ്പിക്കപ്പെട്ടു. രാജൻ സംഭവമൊക്കെ അന്ന് വലിയ ചർച്ചയാവുന്ന ഒരു കാലം. വിദ്യാർത്ഥി സമരവും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം അനീതികൾക്കെതിരായി പോരാടുന്നവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നൊരു തോന്നൽ വന്നുകൊണ്ടായിരിക്കാം ഞാൻ SFIയുടെ പ്രവർത്തനത്തിൽ, ഞാൻ അവിടെ ചാവക്കാട് സ്കൂളിന്റെ തൊട്ടടുത്താണ് CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ്. അതിന്റെ ഒരു പേരിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, റെഡ് ഹൗസിനാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു പേരുള്ള പാർട്ടി ഓഫീസ് കേരളത്തില് വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒരു താല്പര്യം തോന്നി. അവിടെ ചെന്ന് ഞാൻ പറയാണ്, എനിക്ക് SFIയിൽ അംഗത്വം വേണം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായം ചെന്ന ആള്, എന്നാൽ അദ്ദേഹത്തിന്റെ ചുമതല, അദ്ദേഹത്തിനായിരുന്നു അവിടെ പാർട്ടി ഓഫീസിന്റെ പാർട്ടി ഓഫീസ്. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെ ശരി, മെമ്പർഷിപ്പിന്റെ സമയമാകുമ്പോൾ തരാം, എന്തായാലും ഈ സജീവമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് SFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം തുടങ്ങി. 79-ലും 80-ലും ഞാൻ ചാവക്കാട് ഹൈസ്കൂളിൽ അന്ന് ക്ലാസ്സിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. ക്ലാസ് ലീഡർ സ്ഥാനം സജീവമായിട്ട് രാഷ്ട്രീയം സ്കൂളുകളിലുള്ള സമയം. അപ്പൊ ഞാൻ SFIയുടെ ക്ലാസ് ലീഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു.
എന്നെ ഒരു പക്ഷേ SFIയിൽ വളരെ സജീവമാക്കി പങ്കുവച്ച ആളുടെ പേര് സുഗതൻ മല്ലാട് എന്നാണ്. അദ്ദേഹം പിന്നീട് BJPയുടെ വലിയ നേതാവായിട്ട് മാറി. പിന്നീട് അത് അകാലത്ത് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം BJP ആയി പോയെങ്കിലും ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ നിന്നു. SFIയിൽ പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹം ഒരു പങ്കുവഹിച്ചു. 1980 ശേഷം ഞാൻ ശ്രീകൃഷ്ണ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിലോട്ട് ചേർന്നു. അവിടെയും SFIയുടെ സജീവ പ്രവർത്തനമായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മുഴുമിക്കാൻ പറ്റിയില്ല. സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്കൊന്നും പോകണ അതിനൊക്കെ ഒത്തിരി പ്രയാസം വന്നു പോയത്. അപ്പൊ വീട്ടില് അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏക മകനാണ് ഞാൻ. അപ്പൊ നന്നായി പഠിച്ച് അമ്മേനെയൊക്കെ നോക്കുന്ന ഒരു വലിയ ആളാവണം എന്നൊക്കെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ അമ്മ എന്നെ കുന്നംകുളത്ത് ബുക്ക്ഷപ്പ് ഇടുന്നു. അന്ന് അവിടെ സീറ്റ് കിട്ടാനൊക്കെ വലിയ പ്രയാസമാണ്. ITC ആണ് IT കോഴ്സ്. അങ്ങനെ എന്നെ അവിടെ ഏതോ പ്രധാനപ്പെട്ട ചില ആളുകളുടെ റെക്കമെൻഡ്, അമ്മയുടെ സ്കൂളിൽ ഒപ്പം പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരുടെ ഇടപെടലിനെ തുടർന്ന് ഏതോ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ എന്നെ ശുപാർശ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയതെന്ന് പറയുന്നു. പക്ഷെ ഞാൻ അതിൽ ഞാൻ പഠിക്കുകയും ചെയ്തു. പക്ഷെ അവിടെയും ചില സമരങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ടി വന്നു. അതും പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അമ്മയ്ക്ക് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടൊന്നും എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മയും ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. എൻ്റെ അച്ഛനും ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിലും. അപ്പൊ അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാ അമ്മമാർക്കും ഉണ്ടാവുന്നത് പോലെ രാഷ്ട്രീയത്തിൽ പോയി അങ്ങനെ അവലല്ലോ താല്പര്യം ഉണ്ടാവുക. അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ അനുജന്റെ മകൻ നാരായണൻകുട്ടി എന്ന് പറയുന്ന ഒരാള് ഒറീസയിലെ കട്ടക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ അങ്ങനെ പറയാണ്, ഇവനിങ്ങനെ കാലത്ത് മുതൽ പോയാൽ വൈകുന്നേരമാണ് വരിക, രാഷ്ട്രീയമൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് എന്തെങ്കിലും ജോലിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് എന്നെ ഇവിടുന്ന് പാക്ക് ചെയ്യാൻ. അങ്ങനെ ഞാൻ ഒറീസയിലെ കട്ടക്ക്, അത് എനിക്കന്ന് ടൈപ്പ് റൈറ്റിംഗ് കുറേശ്ശെ അറിയാം എന്നല്ലാതെ വേറൊന്നും അറിയില്ല. 84 ഞാൻ അവിടെയാണ്. അവിടെ ചെന്നു 1-2 മാസം ഭാഷ ഒക്കെ പ്രയാസമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ വീട്ടിൽ തന്നെ റൂമിൽ തന്നെ കഴിഞ്ഞുകൂടി. പിന്നെ അത് കഴിയാതെ എനിക്ക് 1-2 കമ്പനിയിൽ ജോലി കിട്ടി. ചെറിയ ജോലിയാണെങ്കിലും വളരെ സന്തോഷമുള്ള ജോലിയായിരുന്നു. ജോലിയിൽ ഇങ്ങനെ പ്രവേശിച്ചു. അതൊക്കെ ആയിട്ട് ആ അന്തരീക്ഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത്. അവിടെ ഞാൻ അവിടെ ഉള്ളപ്പോഴാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു കഷ്ടി വർഷം അവിടെ നിൽക്കേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും എനിക്കൊരു മഞ്ഞപ്പിത്തം പിടിപെട്ടു. അവിടെ ഡോക്ടറെ കണ്ടു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാനൊരു ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തലയേറ്റ് വീഴുകയായിരുന്നു. പിന്നീട് എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ ആ കട്ടക്ക് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവര് സുഹൃത്തുക്കളും എൻ്റെ ഈ ചേട്ടനൊക്കെ എല്ലാവരും നിൽക്കുന്നത് എന്താണ് സ്ഥിതി എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവിടുന്ന് ചികിത്സയൊക്കെ നടന്നു. പക്ഷെ അവിടെ വിദഗ്ധ ചികിത്സ ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. ഇവിടെ ഡോക്ടർ ദാമോദരൻ, ഇപ്പോഴത്തെ നമ്മുടെ ദാമോദരൻ ഡോക്ടർ, അദ്ദേഹം അന്ന് രാജാ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ കാലം. എൻ്റെ വലിയമ്മ, അമ്മയുടെ ചേച്ചി, അവര് ഗുരുവായൂർ AEP സ്കൂളിലെ അധ്യാപികയായിരുന്നു. അവര് എന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു, ചികിത്സയൊക്കെ നടത്തി, മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ ഉഷാറായിട്ട് വരിക. അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു പോകണമെന്നാണ്. കാരണം അവിടെ ചില ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു. ഒറീസയിൽ ജോലിയോടൊപ്പം ഒരു ബിസിനസ്, ഈ റബ്ബർ ട്രീറ്റിന്റെ ചില ബിസിനസ്സൊക്കെ ആലോചിച്ചിട്ടായിരുന്നു. അതൊക്കെ ആയിട്ട് പോവാമെന്ന് കണക്കാക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേരള രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ വലിയ മാറ്റം വരണം. അവർക്ക് 85 ആകുമ്പോഴേക്കൊക്കെ കേരളത്തിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളുടെ ഒരു സമയമാണ്. ഈ മന്ത്രിമാരെ തെരുവിൽ തടയണ സമരം ആ കാലത്താണ് വരുന്നത്. അപ്പൊ ഞാൻ വീണ്ടും കുറേശ്ശെ യുവജന സംഘടനാ പ്രവർത്തനത്തിൽ ഇവിടെ ഇറങ്ങി തുടങ്ങിയ സമയമാണ്. കാരണം മന്ത്രിമാരെ തെരുവിൽ തടയണ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ അതോടുകൂടി ഇതിന്റെ ഭാഗമായി. പിന്നെ അന്ന് മുതൽ ഈ സജീവ വരെ ഞാൻ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ CPIM-ന്റെ ഉത്തരവാദപ്പെട്ട ചുമതല വഹിക്കുന്ന പ്രവർത്തകനായിട്ട് മാറി. 1989 ഞാൻ DYFIയുടെ അന്നത്തെ ടൗൺഷിപ്പ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനു മുമ്പ് ചാമുണ്ടേശ്വരി യൂണിറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയി. ലോക്കൽ കമ്മിറ്റി മെമ്പറായി ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി 1994 10 കൊല്ലം, 2004 വരെ 10 കൊല്ലം ഞാൻ ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. 10 കൊല്ലം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവ്. 2004 ഞാൻ മാറി. 2005 ഞാൻ
ഗുരുവായൂർ നഗരസഭയിലേക്ക് മത്സരിച്ചു, തെരഞ്ഞെടുക്കപ്പെട്ടു, ചെയർമാനായി. 2009 വരെ ഞാൻ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. 2010 ഞാൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയി. 2020 വരെ ഞാൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി ചുമതല നിർവഹിച്ചു. പിന്നീട് 2020 വീണ്ടും മുനിസിപ്പൽ കൗൺസിലിലേക്ക് മത്സരിക്കണം. അപ്പോഴേക്കും ഗുരുവായൂർ നഗരസഭയിൽ വലിയ മാറ്റം വന്നു. 2 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് വിശാല ഗുരുവായൂരായി. ഞാനൊക്കെ ആദ്യം ചെയർമാനായിരിക്കുന്ന സമയത്ത് 22 വാർഡായിരുന്നു. അതിപ്പോൾ 43 വാർഡുള്ള വിശാലമായ ഗുരുവായൂരായി. അതിന്റെ ചെയർമാനായി 5 വർഷം പൂർത്തിയാക്കുകയാണ്. എന്റെ മനസ്സിൽ ദാസേട്ടനെ ആദ്യം കാണുമ്പോൾ ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ ഗുരുവായൂർ ഇങ്ങനെ ഓടി നടന്ന് പാർട്ടി പ്രവർത്തനവും അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഒരു സൗഹൃദം ആളുകളുമായിട്ടും എപ്പോഴും ഒരു സൗഹൃദം. പലപ്പോഴും മുമ്പുള്ള ചെയർമാനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സൗഹൃദമായിട്ട് ഒരു ഇടതുപക്ഷക്കാരന്റെ കാർക്കശമില്ലാത്ത മുഖാണ് ദാസേട്ടന് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇടതുപക്ഷക്കാരെല്ലാവരും കാർക്കശ്യക്കാരാന്ന് ഒരു തെറ്റായ ധാരണയാണ്. അങ്ങനെയൊന്നുമല്ല. കർക്കശ്യം നിലപാടുകളിലേ വേണ്ടൂ. നമുക്ക് മനുഷ്യരായിട്ട് പെരുമാറുന്നതിൽ എന്തിനാ കർക്കശ്യം വെക്കേണ്ട കാര്യം? കാരണം പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യുന്ന കാര്യമാണ്. അതില് എതിരാളികളുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യും. പക്ഷെ അതുമായി കലഹിക്കേണ്ട കാര്യം വേറെ അർത്ഥത്തിൽ കലഹിക്കേണ്ട കാര്യമില്ല. ആശയരംഗത്തുള്ള കലഹം നടത്തുക എന്നല്ലാതെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പമൊന്നും കളയേണ്ട ഒരു കാര്യമില്ല. അതിന്റെ അങ്ങനെ ഞാൻ പഠിച്ച രാഷ്ട്രീയം അങ്ങനെയല്ല. അപ്പൊ എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട്, രാഷ്ട്രീയ എതിരാളികളുമായിട്ട് സൗഹൃദം ഉണ്ടാവും. പക്ഷെ നിലപാടുകളിൽ നമ്മൾ ഉറച്ചു നിൽക്കും എന്നൊരു സമീപനമാണ് ഞാൻ ഏത് കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പരിചയക്കാരുണ്ട്. അവരുടെ ഏതൊരു കാര്യം എൻ്റെ അടുത്ത് പറയാൻ അവർക്കും ഒരു പ്രയാസമില്ല. അങ്ങനെ പോയി പറഞ്ഞാൽ അത് നടക്കുമോ? അങ്ങനെയൊന്നുമില്ല. സത്യമാണ്, ശരിയാണ്, നീതിയുക്തമായ ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു നിലപാടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ സ്കൂട്ടർ 1996 മേടിക്കുന്നത്. 30 കൊല്ലമായി. ഞാൻ ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും കാലത്ത് എഴുന്നേറ്റാൽ അതിന്മേൽ കയറിയിട്ടാണ് ഞാൻ ഗുരുവായൂർ എൻ്റെ പ്രഭാത ചര്യകൾ തുടങ്ങുന്നത്. കാലത്ത് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കും, ചുടുവെള്ളം. അത് കഴിഞ്ഞാൽ നടക്കാനിറങ്ങാറുണ്ട്. ഇപ്പൊ കാലിന് ചെറിയൊരു വയ്യാത്ത കാരണം ഇപ്പൊ നടക്കാറില്ല. സ്കൂട്ടർ എടുത്ത് CIT ഓഫീസിൽ വന്ന് ഇവിടെ 2-3 പത്രം വായിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി പിന്നെ വീണ്ടും സാധാരണ പോലെ. അപ്പോൾ ഈ 30 കൊല്ലമായിട്ട് എൻ്റെ കൂടെ സഞ്ചരിക്കുന്നതാണ് ഈ സ്കൂട്ടർ. ഞാൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയി. അതിനിടെ ഞാൻ CITയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ CITയുടെ ഏരിയ എന്ന് പറയുന്നതും പാർട്ടിയുടെ ഏരിയ എന്ന് പറയുന്നതും ഏകദേശം ഗുരുവായൂർ നിയോജക മണ്ഡലം തുല്യമായി വരുന്ന സ്ഥലമാണ്. ഇവിടെ ഒന്നും എല്ലാ ഇടവഴിയിലും എൻ്റെ വണ്ടി പോകാത്തൊരു സ്ഥലം ഉണ്ടാവില്ല. ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടത്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു, അന്ന് ഞാൻ LC സെക്രട്ടറി ആവുന്ന സമയത്ത് എനിക്കൊരു സൈക്കിളായിരുന്നു. അന്ന് മൊബൈൽ ഫോണുകളൊന്നും ഇല്ലാത്തൊരു കാലം. അപ്പോൾ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരെ അതുപോലെ മറ്റുള്ള ആളുകളെ കാണാനൊക്കെ നേരിട്ട് പോയിട്ട് കാണുകയാണ് ചെയ്യുക വീടുകളിൽ. അതുകൊണ്ടുള്ളൊരു ഗുണം എന്തായിരുന്നു വെച്ചാൽ, നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനോ ഒരുപക്ഷെ അവർ വീട്ടിലുണ്ടാവില്ല. പക്ഷെ അവരുടെ വീട്ടുകാരുമായിട്ട് ഭയങ്കര ബന്ധം. ഞങ്ങളവിടെ ചെന്നാൽ എനിക്ക് ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞ് ഭയങ്കര ഒരു ആത്മബന്ധം ആ നിലയിൽ ഉണ്ടായിരുന്നു. എനിക്കൊണ്ട് ഈ മൊബൈലൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ അങ്ങനെ അറിയിപ്പ് പോലും ഇങ്ങനെ സന്ദേശമായി അയക്കുക. മറ്റേത് അതൊന്നും നിർത്തിയില്ല. അപ്പോൾ കത്തെഴുതി കൊണ്ടുപോയി കൊടുക്കലാണ്. അപ്പോൾ അന്ന് ഈ സൈക്കിളുമ്മലാണ്. അപ്പോൾ ഇങ്ങനെ സൈക്കിളുമ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രൊഫസർ V വിജയലക്ഷ്മി ടീച്ചറുടെ ഹസ്ബൻഡിനുണ്ട്, അന്തരിച്ചു പോയ ദാമോദരേട്ടൻ. ഒരു സാമൂഹ്യ പുരോഗമന സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, ഒരു നമ്പ്യാര്, പേരെനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഞാൻ ഈ മാനേജറെയും ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഈ സൈക്കിൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സ്കൂട്ടർ എടുത്തൂടെ? അപ്പൊ അന്ന് സ്കൂട്ടർ എടുക്കുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്ന കാലമല്ല. അങ്ങനെ പറഞ്ഞു, വലിയ പൈസയൊന്നും വരില്ല, മാസം ഒരു ചെറിയ അടവ വേണ്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ബാങ്കിലെ വായ്പയായിട്ട് അന്നത്തെ കാലത്ത് 20,000 രൂപയ്ക്ക് ഞാൻ മേടിച്ചിരുന്ന സ്കൂട്ടർ. പിന്നീട് ഈ മാസം അടയ്ക്കാനൊന്നും നമ്മളെ പോലുള്ള ആളുകൾക്ക് പറ്റാറില്ല. അങ്ങനെ കുറെ കുടിശ്ശികയൊക്കെ വന്നു. പിന്നീട് അദ്ദേഹം തന്നെ വളരെ നല്ലൊരു മാനേജറായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സമയം നോക്കി നമ്മളെ ഒരു കൃത്യമായി പറഞ്ഞ് അത് അടപ്പിച്ച് അങ്ങനെ അതങ്ങനെ നമ്മുടെ സ്വന്തമായി മാറി. അങ്ങനെയാണ് ഞാൻ സ്കൂട്ടർ വാങ്ങുന്നത്. എൻ്റെ പൊതു ജീവിതത്തിൽ എന്നെ ഏറെ സഹായിച്ചിട്ടുള്ളൊരു വാഹനമാണ് ആ സ്കൂട്ടർ. അതുകൊണ്ട് സ്കൂട്ടർ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. തീർച്ചയായിട്ടും സ്കൂട്ടർ ഇപ്പൊ വീട്ടിലൊക്കെ ഇടയ്ക്ക് പറയും, സ്കൂട്ടറൊക്കെ എല്ലാവരും ഉപേക്ഷിച്ചു. എനിക്ക് തോന്നുന്നു ചേതക്ക് സ്കൂട്ടറുള്ള ആളുകൾ ആരും ഇല്ല, വളരെ കുറവാണ്. അമ്മ ടീച്ചറാണെന്ന് പറഞ്ഞു, സരസ്വതി അല്ലേ അമ്മ. അമ്മയ്ക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കിയ ഒരു മകനാണ്.
അതുണ്ടാവും. വിവാഹം പോലും വളരെ വൈകിട്ട് ആദ്യമൊക്കെ വിവാഹം വേണ്ടാന്ന് വെച്ചെന്ന് പറയണു. അല്ല, അതൊരു പാർട്ടിയുടെ നമ്മളൊക്കെ ഈ സംഘടനാ രംഗത്ത് വരുന്നത് ഒരു പ്രത്യേക, ഞാൻ പറഞ്ഞല്ലോ, ഒരു അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷമുള്ള ഒരു കാലത്താണ്. അപ്പോൾ നാട്ടിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അതിൽ ചേർന്ന ഒരാളാണ്. അപ്പൊ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് സ്വയം മനസ്സിൽ തീരുമാനിച്ചിറങ്ങിയ ഒരാളാണ്. അത് ഇന്ന് കാണുന്ന, ഇപ്പൊ ഞാൻ മുനിസിപ്പൽ ചെയർമാനാണ്. ഈ ഒരു പദവി ഒന്നും ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അന്ന് ഗുരുവായൂർ തെരഞ്ഞെടുപ്പുമില്ല, ടൗൺഷിപ്പിന്റെ നോമിനേറ്റഡ് ബോഡിയാണ്. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് സംഘടനാ പ്രവർത്തനം, അതിന്റെ ഭാഗമായി എല്ലാവർക്കും മാറ്റം വരുന്ന സമയത്ത് നമുക്കും മാറ്റം വരിക എന്നൊരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിന്റെ ഭാഗമായി വിവാഹമൊക്കെ കഴിയാൽ അതൊക്കെ പ്രശ്നമാവുമല്ലോ എന്ന നിലയിൽ അത് വേണ്ടതില്ല എന്നൊക്കെ പൊതുവെ ആലോചിച്ചിരുന്നു. പക്ഷെ എൻ്റെ പാർട്ടി നേതൃത്വം തന്നെ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെയല്ല, ജീവിതം, കുടുംബം എന്നെല്ലാം അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അത് ആ നിലയ്ക്ക് തന്നെ കാണണം എന്നൊക്കെ അവരുടെയും കൂടി നിർദ്ദേശത്തിന് വഴങ്ങിയാണ് വിവാഹം കഴിക്കാൻ നല്ല നിലയിലേക്ക് എത്തിയതും കഴിച്ചതും. വല്ലാണ്ട് വൈകിയതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ 34-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. ബേബി ജോൺ മാഷൊക്കെ നിർബന്ധിച്ചു. അമ്മ ബേബി ജോൺ മാഷിന്റെ അടുത്ത് പറഞ്ഞിട്ട് മോനെ ഒന്ന് കാര്യമായിട്ടൊന്ന് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. മാഷ് എൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും ആദരണീയ ഗുരുനാഥനാണ്. എൻ്റെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം മാഷയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ശിരസ വഹിച്ചുകൊണ്ട് ഞാൻ നടത്തിയിട്ടുള്ള മാഷ എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു. കാരണം മാഷ ജീവിതം ഈ നാടിന് വേണ്ടി സമർപ്പിച്ച ഒരാളാണ്. അധ്യാപകനായിരുന്നു. അധ്യാപക ജോലി നിലനിൽക്കുക അദ്ദേഹം പാർട്ടി പ്രവർത്തകനായി ഒരുപാട് പീഡനം ഏറ്റുവാങ്ങി. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ കൊടുങ്കൂര മർദ്ദനം ഏറ്റുവാങ്ങി. അതിനുശേഷം ഒരു പ്രത്യേക ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും രാഷ്ട്രീയത്തിന്റെ ഒപ്പം ജോലിയും കൊണ്ട് നടക്കുകയാണ്. മാഷൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ തൻ്റെ ജോലി പാർട്ടി പ്രവർത്തനം തടസ്സമാകുമെന്ന് പറഞ്ഞപ്പോൾ അത് ഉപേക്ഷിച്ചാൽ തയ്യാറായ ആളാണ്. അതൊരു സമർപ്പണം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാഷെ വലിയൊരു, എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് എൻ്റെ തലമുറയിൽപ്പെട്ട ഇന്നത്തെ പാർട്ടിയുടെ നേതൃനിരയിലുള്ള പല ആളുകളെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നതിൽ ബേബി ജോൺ മാഷ് ഒരു പ്രധാനപ്പെട്ട പങ്ക്. അപ്പോൾ ബേബി ജോൺ മാഷും അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ രണ്ട് രീതിയാണ് രണ്ടുപേർക്കും. ഈ രണ്ടുപേരെയും അവരുടെ രണ്ടുപേരുടെയും ഗുണങ്ങൾ എന്നെ വളരെ ഏറെ സ്വാധീനിച്ചു. മാഷയുടെ കാർക്കശ്യം എൻ്റെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവാം. അബ്ദുൽ ഖാദറിന്റെ എല്ലാവരോടും സ്നേഹപൂർവമായ പെരുമാറ്റത്തെ ഞാൻ സ്വീകരിക്കാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ സ്വഭാവം രൂപീകരിക്കും. ഇപ്പോൾ ഞാൻ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ചോദിക്കുകയാണ്, മദ്യപാനമൊക്കെ ഉള്ള അങ്ങനത്തെ ദുശീലങ്ങളിൽ നിന്ന് പോലും. തീർച്ചയായിട്ടും എനിക്ക് ചില ദുശീലങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം എനിക്കതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഒരുപക്ഷെ വഴിതെറ്റി പോകാമായിരുന്ന എന്നെ ഒരു ശരിയായ രീതിയിൽ എന്നെ നിലനിർത്തുന്നതിൽ എൻ്റെ പ്രസ്ഥാനം, എൻ്റെ പാർട്ടി, അതിൽ ഈ പറഞ്ഞ പാർട്ടി ലീഡർഷിപ്പ് അത് വഹിച്ചിട്ടുള്ള തെറ്റ് കണ്ടാൽ ഉടനെ ചീത്ത പറഞ്ഞ് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് അങ്ങനെയല്ല, അതിൻ്റെ എന്നെ രീതിയിൽ അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ശ്രീകൃഷ്ണ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇതേപോലെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് ഞാൻ ഇവിടെ വൈകുന്നേരം വന്നു. അത് വീട്ടിൽ പോയില്ല. അന്ന് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിന്റെ, ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിന്റെ പണി നടക്കണേ ഉള്ളൂ. അവിടെ ഒരു തൊഴുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളെ ടൗൺഷിപ്പ് കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചൊരു തൊഴുത്താണ്. പിന്നീട് അത് ഉപയോഗശൂന്യമായപ്പോൾ ആ തൊഴുത്തിന്റെ മുകളിലായിരുന്നു ഞങ്ങളുടെ ഗുരുവായൂരത്തെ പാർട്ടിയുടെ കേന്ദ്രം. ഒരു സഭ കൂടും പാർട്ടിയുടെ ഓഫീസ് എന്ന് തന്നെ പറയാം. അവിടെയായിരുന്നു. ആ തൊഴുത്തിന്റെ മുകളില് ഒരു ഈ പീഡികയുടെ നിരപ്പലക ഉണ്ടല്ലോ, ആ നിരപ്പലക അതിന്റെ മുകളിലായിരുന്നു CIT ഓഫീസും പാർട്ടിയുടെ ഓഫീസൊക്കെ ആയിട്ട് പോകും. അപ്പൊ ഞാനൊരു ദിവസം രാത്രി അവിടെ വന്നിട്ട് കിടന്നുറങ്ങി. അവിടെ ഇരുന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് ഒരാൾ എന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. നോക്കുമ്പോൾ ഗുരുവായൂരിലെ വളരെ എല്ലാവരും ആദരിച്ചിരുന്ന ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് KA വേലായുധൻ എന്നെല്ലാവരും വിളിക്കുന്ന സഖാവ് വേലായുധേട്ടനാണ്. ആ വേലായുധനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് പണിയാണ് കാണിച്ച് കോളേജ് വിട്ടു വന്നാൽ ഇവിടെ കിടന്നുറങ്ങാ, ഒരിക്കലും ആവർത്തിക്കരുത്, എന്നെ അന്വേഷിച്ച് അമ്മ അവിടെ വിഷമിച്ചിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉപദേശിച്ച് തെറ്റായ നമ്മുടെ സഞ്ചാരത്തിൽ തടയിടുന്നതിന്, നമ്മളെ ശരിയായ രീതിയിൽ നയിക്കുന്നതിന് പാർട്ടി നേതൃത്വം അത് അന്ന് മുതൽ തുടങ്ങിയതാണ്. ബേബി ജോൺ മാഷൊക്കെ അത് നമ്മുടെ ഓരോ തെറ്റും യഥാസമയം തിരുത്തി പോകുന്നതിന് വലിയ പങ്ക് വഹിച്ചാണ്. ശരിക്കും അത്തരം ലീഡേഴ്സ് ഒരുപക്ഷെ ദാസേട്ടനില് ഉണ്ടാകാൻ പോകുന്ന ഒരു നേതാവിനെ കണ്ടിട്ടായിരിക്കുമോ, അതോ എല്ലാ ആളുകളെയും? അല്ല, എനിക്ക് തോന്നുന്നു മാഷയുടെ പോലുള്ള ലീഡർഷിപ്പില് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച മിക്കവാറും ഞങ്ങളെല്ലാവരും ഇപ്പോഴും പൊതുരംഗത്ത് സജീവമാണ്, ആക്റ്റീവാണ്.
എല്ലാ മേഖലയും ഇപ്പം ഞാനായാലും ടി ശിവദാസനായാലും NK അക്ബർ MLA ഇപ്പോഴത്തെ MLA ആയാലും അബ്ദുൽ ഖാദർ ആയാലും അന്തരിച്ചു പോയ എൻ്റെ ആത്മമിത്രം സഖാവ് മണി ആയാലും ഞങ്ങളൊക്കെ ഈ മാഷ് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന ഒരു നിരയുണ്ട്. ആ നിരയാണ് ഞങ്ങളൊക്കെ മാഷ് അങ്ങനെയാണ്. കാരണം മാഷിലൊരു പ്രത്യേക കഴിവ് എന്തായിരുന്നു വെച്ചാൽ നമ്മളിലുള്ള നമുക്ക് ഏതിലാണോ നമ്മുടെ എല്ലാവർക്കും എല്ലാ കഴിവുണ്ടാവില്ല, ആ കഴിവിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ എനിക്ക് വളരെ ചെറുപ്പം മുതലേ എനിക്കുണ്ടായിരുന്നു താല്പര്യം ഈ അനൗൺസ്മെന്റ്. അന്ന് ഇടതുപക്ഷ പ്രത്യേകിച്ച് CPM അനൗൺസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. പാലയൂരുള്ള ഒരു ഭൂപേഷ്, അങ്ങനെ വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അതേ സമയത്ത് കോൺഗ്രസിൽ അതിൻ്റെ ഒരു വലിയ നിര ഉണ്ടായിരുന്നു. മരിച്ചുപോയ കക്കൂത്ത് നാരായണേട്ടൻ, അതേപോലെ ബാലനം തുടങ്ങണ കാലാണ് പെരുമ്പിലാവ് ഗോപാലൻ, ഇവരൊക്കെ അതിൻ്റെ ഒരു പ്രധാനികളായി. അന്നത്തെ കാലത്ത് ഞാൻ ഈ പാർട്ടിയുടെ അനൗൺസ്മെന്റ് ചെയ്യാൻ 80-82 കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ 80 CK കുമാരൻ മത്സരിക്കുമ്പോൾ ഞാൻ അരിവാൾ ചുറ്റിക നക്ഷത്രം മലയാളത്തിന് കൂട്ടുക. അന്ന് ഒരു വണ്ടിയാണ് ഉണ്ടാവുക. ആ വണ്ടിയിൽ അനൗൺസ് ചെയ്യാൻ പോയ അപ്പോൾ അനൗൺസ്മെന്റ് എനിക്കൊരു ഹരമായിരുന്നു. ആ അനൗൺസ്മെന്റ് ഹരം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഞാൻ കുറേശ്ശെ പ്രസംഗിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് വരുമ്പോൾ നമ്മളെ ആ നിലയിലേക്ക് വിടുക. അങ്ങനെ എല്ലാവർക്കും എല്ലാം കഴിയില്ലല്ലോ. ചിലർക്ക് മണിയുടെ മരിച്ചുപോയ മണിയൊക്കെ ഭയങ്കര എഴുത്തുകാരൻ. മണി നന്നായി ചിത്രം വരയ്ക്കും. നമുക്ക് ആ കഴിവൊന്നുമില്ല. പക്ഷെ ഇതിൽ നമ്മൾ ഓരോരുത്തരുടെ കഴിവ് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പാർട്ടി ലീഡർഷിപ്പിന്റെ ഒരു ചുമതല, പഴയ പാർട്ടി നേതാക്കന്മാരുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ അതാണ്. തന്റെ തൊട്ടു തലമുറയെ വളർത്തിയത്. എനിക്ക് ശേഷം ഒന്നുമില്ലാണ്ട് അവരല്ല, എനിക്ക് ശേഷം എന്നേക്കാൾ നല്ല നേതാക്കന്മാരുണ്ടാവണം എന്നൊരു നല്ല മനസ്സിൽ നിന്നും വരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൃഷ്ണദാസേന്റെ അടുത്ത് ഇങ്ങനെയുള്ള ആളുകൾ ചെലുത്തിയ സ്വാധീനം, ആ ഒരു സ്വാതന്ത്ര്യം, അത് മറ്റുള്ളവരുടെ അടുത്തും, ഞാൻ ഇപ്പോ പേര് തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം മുൻ കൗൺസിലറായിരുന്ന, കോൺഗ്രസ് കൗൺസിലറായിരുന്ന ജെയിംസ് ആളൂര്, ആള് വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ദിവസം ആള് ചേംബറിൽ വന്നപ്പോ വളരെ സൗഹൃദമായിട്ട് ഒരു സഹോദരനെ പോലെ പറഞ്ഞു, ഈ മദ്യപിക്കുന്ന ഈ ഒരു ദുശീലം അത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ആളത് വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ആൾ ആ ദുശീലം ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം LDFന്റെ കൂടെ വരികയും ഒക്കെ ഉണ്ടായി. അത്രമാത്രം ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ മേൽ ഉപയോഗിക്കാനുള്ള. അതെന്താ വെച്ചാലേ ജെയിംസ് ഞാൻ ജെയിംസൊക്കെ ഒരു കൗൺസിലിൽ വരുന്നത് ജെയിംസ് DICയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ DIC 2 കൗൺസിലർമാരുണ്ട്, ഒന്ന് ജെയിംസും ഒന്ന് സുമേഷും. സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ കൗൺസിലിന് അതിൻ്റെതായിട്ടുള്ളൊരു രീതിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ജെയിംസിന്റെ ഈ സ്വഭാവം എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ അതിൻ്റെ ഒരു അളവൊക്കെ കൂടുന്ന സമീപനം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കണു, കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ വിളിച്ച് സംസാരിച്ചു, ഇതെന്തിനാണ്, പ്രത്യേകിച്ച് ഇതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കത് ശരിയല്ല. ഒരു പൊതുപ്രവർത്തനം നമ്മൾ എന്ത് കാര്യത്തിനാണ് അഞ്ഞി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെയാണല്ലോ സാധാരണ ഇങ്ങനെ ഭയങ്കര. അപ്പൊ അദ്ദേഹം അത് മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോ അങ്ങനെ ഇല്ലാന്ന് മാത്രമല്ല, അയാൾ അദ്ദേഹത്തിന്റെ കാര്യം നോക്കി ജീവിക്കുന്നു. എനിക്ക് പോയി ആ ഒരു സ്വാതന്ത്ര്യം അത് നമ്മളോട് കൊടുക്കുക. അതും നമുക്ക് തോന്നി നമുക്കതിനെ നമ്മളൊരാളോടൊരു കാര്യം പറയുമ്പോൾ അയാൾ നമ്മൾ പറഞ്ഞത് കേൾക്കും എന്ന ഒരു തോന്നലിലൂടെ നമ്മൾ പറയുള്ളൂ. അല്ലാതെ വല്ലവരും പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മുടെ സമയം കളയാന്നല്ലാതെ. ചില ആളുകളെ നമുക്കറിയാം, ചില ആളുകൾ നമ്മൾ പറഞ്ഞാൽ. ഞാൻ കുറെ കാലം ഈ ഗുരുവായൂരിലെ കിഴക്കേനടയിലെ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ ഭാരവാഹിയായിരുന്നു. പഴയ കാലത്ത് ചുമട്ടുതൊഴിലാളികളുടെ ഒരു ജീവിതം എന്താണെന്നുള്ളത് ഒരുപക്ഷെ ആന്റോനെ അറിഞ്ഞോളണമെന്നില്ല, പഴയ ആളുകളോട് ചോദിച്ചാൽ അറിയാം. ഒരു പുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഞാനൊരു യൂണിയന്റെ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് അവരെയൊക്കെ കർക്കശമായി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചത് അവരോട് എന്ത് പറയണം, ആരോട് പറയണം എന്ന് കൃത്യമായി അറിയാന്നുള്ളതുകൊണ്ടാണ്. അതിന്റെ ഒരുപാട് ഗുണം. ഇന്നിപ്പോ അവരുടെ പുതിയ തലമുറ, അവരുടെ മക്കളും അവരുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ്. ഒരാൾ പോലും അത്തരത്തിൽ ജീവിക്കും വളരെ നന്നായി അന്തസ്സായി ജോലി ചെയ്ത് നല്ല വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആളായിട്ട് മാറി എന്നുള്ളതാണ്. നമുക്ക് ഒരാളോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നൊരു തോന്നലുള്ളവരോടെ നമ്മൾ പറയാറുള്ളൂ. ആ ഒരു ഈ ഒരു സ്വാതന്ത്ര്യം ഇപ്പോൾ നഗരസഭ, എനിക്ക് ഏറ്റവും കൂടുതൽ നഗരസഭ ചെയർമാനായിട്ട് ഗുരുവായൂരുണ്ടായിരുന്ന ചെയർമാനാണ്. അപ്പോൾ പല ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ആ ഒരു കഴിവ് വേണ്ടി വരില്ല. പ്രതിപക്ഷത്തെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയും പൊതുജനത്തെയും ഒക്കെ. ഞാൻ ആദ്യം ഞാൻ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വരുന്നത്.
ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഗുരുവായൂർ നഗരസഭയായിട്ട് മാറുന്നത് 94-ല്. 95-ലെ തെരഞ്ഞെടുപ്പിൽ അന്ന് ഇടതുപക്ഷത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷെ കനത്ത പരാജയമാണ് ഇടതുപക്ഷത്തിനുണ്ടായത്. അപ്പോൾ വലിയ നിരാശ തോന്നി. ആകെയുള്ള 20 സീറ്റിൽ 6 സീറ്റാണ് ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയത്, 14 സീറ്റ് UDF എടുത്തു. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഫലമായിരുന്നു. കാരണം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതിൽ അതിപ്രധാനിയായിട്ടുള്ള 4 പേരിൽ ഒരാളായ ദാമോദരന്റെ ഭാര്യ പത്മനാഭ. കേരളത്തില് സർവീസ് റൂൾ എഴുതിയുണ്ടാക്കിയ KSR റൂൾ എഴുതിയുണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച അന്നത്തെ നേതാവ് EJ ഫ്രാൻസിസ്. അതേപോലെ തന്നെ ഗുരുവായൂർ എല്ലാവർക്കും സ്വീകാര്യനായ ഡോക്ടർ കൃഷ്ണൻ ഭട്ടതിരിപ്പാട്, LF കോളേജിലെ പ്രധാനപ്പെട്ട ഒരു അധ്യാപികയായിരുന്ന ജയലക്ഷ്മി, രജിസ്ട്രേഷന്റെ DIG ആയി റിട്ടയർ ചെയ്ത RV അനിക്ക, RV മുഹമ്മദ് ഉണ്ണി. ഗുരുവായൂർ ഇന്ന് കാണുന്ന ഗുരുവായൂർ ആക്കുന്നതിൽ പഴയ ടൗൺഷിപ്പിൽ ഒരു പങ്കുണ്ട്. ആ ടൗൺഷിപ്പിലെ അന്നത്തെ ത്രിമൂർത്തികൾ എന്ന് പറയാവുന്ന 3 പേരാണ്. ഒന്ന് കുട്ടികൃഷ്ണൻ, ഒന്ന് OKR മേനോൻ, ഒന്ന് RV മുഹമ്മദ് ഉണ്ണി എന്ന ഇടതുപക്ഷ സഹയാത്രികനായി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അപ്പൊ ഒരു വലിയ നിരയായിരുന്നു. പക്ഷെ പരാജയം ഉണ്ടായി. ഞങ്ങൾക്ക് വലിയ നിരാശ തോന്നിയത് ബേബി ജോൺ മാഷ് എന്നോട് പറഞ്ഞു പോകും, ഞങ്ങൾ പരാജയപ്പെട്ടതിന് വിഷമിക്കില്ല, എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കും. അപ്പൊ ഓരോ വാർഡിലും എത്ര വോട്ടിനാണ് നമ്മൾ തോറ്റു. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത് അത്ര വലിയൊരു പരാജയമല്ല എന്ന് സ്വയം മനസ്സിൽ തോന്നാനിടയത്. കാരണം ഞങ്ങൾ 1-ാം വാർഡിൽ തോറ്റത് 2 വോട്ടിനാണ്. അങ്ങനെ ഓരോ വാർഡും 4 വോട്ട്, 6 വോട്ട്, 8 വോട്ട്, ആകെ നോക്കിയപ്പോ 46 വോട്ടിനാണ് ഈ ഭരണം കയ്യിൽ നിന്ന് പോയത്. എന്ന് പറഞ്ഞാൽ 23 ആള് UDFന് വോട്ട് ചെയ്ത ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭരണം, പക്ഷെ വാർഡ് അടിസ്ഥാനത്തിലാണല്ലോ വോട്ട് ഉണ്ട്, അതുകൊണ്ട് മാത്രം വരാം. അപ്പൊ ജനങ്ങൾ നമ്മുടെ ഒപ്പമുണ്ട്. സാങ്കേതികമായ കാരണം കൊണ്ട് UDF ജയിച്ചെന്നുള്ളൂ. ഇതുമ്മ നമ്മൾ മുറുകെ പിടിച്ച് പിന്നീട് നടത്തിയ പ്രവർത്തനമാണ് പിന്നീട് ഈ കഴിഞ്ഞ 25 കൊല്ലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഗുരുവായൂർ നഗരസഭാ ഭരണത്തിലേക്ക് തുടർച്ചയായി പോയതെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ. അപ്പൊ അന്ന് നമ്മുടെ നേതൃത്വത്തിൽ അന്ന് നടത്തുമ്പോൾ ഉണ്ടായ അനുഭവമുണ്ട്. കാരണം ഈ പരാജയം എന്തുകൊണ്ടുണ്ടായി, ആ പരാജയം ഇനി ഒഴിവാക്കാൻ എങ്ങനെ കഴിയും, അതാത് കാലത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുക കൂടി ചെയ്യുമ്പോൾ നമുക്ക് വിജയം നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് നമ്മുടെയൊക്കെ അനുഭവം. ഈ 25 വർഷം പുറകിലേക്ക് നോക്കുമ്പോൾ ഇതൊരു ജൂബിലി വർഷം കൂടിയാണ് അല്ലെ? എങ്ങനെയാണ് ഈ ഒരു LDFനെ സംബന്ധിച്ചിടത്തോളം ജൂബിലി. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു 25 വർഷം, എന്തൊക്കെ പ്രധാനപ്പെട്ട വികസനങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്യാൻ കഴിഞ്ഞത്? ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു കാലാണ് 25 കൊല്ലം. അല്ല, ഒരു 25 കൊല്ലം മുമ്പ് ഗുരുവായൂരിൽ വന്നൊരാള് ഇന്ന് ഗുരുവായൂരിൽ വരുമ്പോൾ അയാൾക്ക് അത് കൃത്യമായിട്ട് ബോധ്യവും. 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 30 കൊല്ലം മുമ്പ് ഗുരുവായൂരിൽ വരുന്ന ഒരാൾ ഈ നഗരത്തിലെത്തിയാൽ അദ്ദേഹത്തിന് മൂക്ക് പൊത്താതെ നടക്കാൻ. അതെ, ഗുരുവായൂരിന്റെ എല്ലാ കാനകളിലും മലിനജലം നിറഞ്ഞ്, എല്ലാ നിരത്തുകളിലും മാലിന്യ കൂമ്പാരം നിറഞ്ഞ്, എവിടെ നോക്കിയാലും അസഹ്യമായ ദുർഗന്ധം വമിക്കുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. ശബരിമല സീസൺ ആയിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പാരതമ്യത്തിലെത്തും. കാരണം മനുഷ്യ വിസർജ്യം ഇല്ലാത്ത ഒരു തെരുവും ഗുരുവായൂരുണ്ടായിരുന്നു പറയാനാവില്ല. ഇന്ന് ആ ഗുരുവായൂരിന് മനുഷ്യ വിസർജ്യ വിമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ODF എന്നാണ് അതിന് പറയാ. അതിന്റെ ഏറ്റവും ഉയർന്ന അംഗീകാരമായ ODF++ കിട്ടിയ ഒരു നഗരസഭയായിട്ട് ഗുരുവായൂർ മാറി. അത് വെറുതെ മാറിയതല്ല. ഗുരുവായൂരിൽ ഒരു വർഷം വന്നു പോകുന്ന 3 കോടിയിലധികം വരുന്ന ആളുകൾ, തീർത്ഥാടകരെ, അവരുടെ പ്രശ്നങ്ങൾ ഗുരുവായൂരിൽ നിവാസികളായിട്ടുള്ള ആളുകളുടെ പ്രശ്നം പോലെ തന്നെ കൈകാര്യം ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഉത്തരവാദിത്തം കേരളത്തിലെ മറ്റ് നഗരസഭകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഗുരുവായൂർ. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് ഗുരുവായൂർ മാറിയത്. ഇപ്പൊ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് നടന്നു വരാൻ ഫുട്പാത്ത് തയ്യാറാണ്. ഫുട്പാത്ത് കൂടെ നടന്നു പോവാം, കുറച്ച് വിളിച്ച് പോകണമെങ്കിൽ പോവാം. പക്ഷെ ഫുട്പാത്ത് കൂടെ നടന്നാൽ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം, ഫുട്പാത്ത് കൂടെ നടന്നാൽ അമ്പലത്തിൽ പോവാം. ഈ ഫുട്പാത്തിലൂടെ നടന്നാൽ ഗുരുവായൂരിലെ ആനക്കോട്ടയിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ മാറ്റമല്ല. പിന്നെ ഗുരുവായൂരുണ്ടായ മാറ്റങ്ങൾ നമുക്ക് നടന്നു നോക്കിയാൽ അറിയാലോ. പണ്ട് ഗുരുവായൂർ കിഴക്കേ നടയിലും പടിഞ്ഞാറൻ നടയിലും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം, വളരെ പ്രാചീനമായ ചില
പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ അവിടെ ഇവിടെ മറയൊക്കെ കെട്ടി ഉണ്ടായതും പിന്നെ പഴയതും ഉണ്ടായിരുന്നു. അതെ. ഇന്നിപ്പോ എന്താ സ്ഥിതി? അതിലൊക്കെ മാറിയില്ല. പടിഞ്ഞാറ് നടയിൽ നിർമ്മിച്ച അമ്യൂണിറ്റി സെന്റർ, കിഴക്കേ നടയിൽ പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളാണ്. ഏറ്റവും പടിഞ്ഞാറ് നടയിലൊക്കെ പണ്ട് സ്ഥിരമായി പറഞ്ഞിരുന്ന ആളുകൾ പറഞ്ഞിരുന്ന പരാതി എന്താ? പടിഞ്ഞാറ് നടയിൽ വന്ന് ഇറങ്ങിയാൽ ഒന്ന് പ്രാഥമിക ആവശ്യം നിർവഹിക്കണമെങ്കിൽ ഒരു രക്ഷയില്ല. ഇന്ന് അവർക്ക് തൊട്ടടുത്ത് 3 നിലകളിലായി 100 കണക്കിന് ടോയ്ലറ്റുകളും മറ്റ് സംവിധാനങ്ങളും, അവിടെ ക്ലോക്ക് റൂം, അത്യാവശ്യം അവിടെ ഡോർമിറ്ററി സംവിധാനങ്ങളോടുകൂടി കെട്ടിടം അവിടെ തല ഉയർത്തി നിൽക്കുകയാണ്. അതിനേക്കാൾ സൗകര്യത്തിലാണ് അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ കിഴക്കേതറയിൽ പ്രവർത്തിക്കുന്നത്. സെൻട്രലൈസ്ഡ് AC ഡോർമിറ്ററി ഒരു പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഗുരുവായൂർ അത് വേണം. കാരണം ഇവിടെ വന്നു പോകുന്ന തീർത്ഥാടകരുടെ പ്രശ്നം കാണാൻ നഗരസഭ ബാധ്യതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്തു. മനോഹരമായി അതിന് പ്രവർത്തനം നടക്കുക. ഒരു ചുരുങ്ങിയ ചെലവിൽ ഇവിടെ എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടകനെ, ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന ഒരാൾക്ക് താമസിക്കാനുള്ള സൗകര്യം കിഴക്കേതറയിൽ പടിഞ്ഞാറ് നടയിൽ ഒരുക്കുന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലായി നിങ്ങൾക്കറിയാം, നമ്മുടെ അഗതി മന്ദിരത്തിനോട് ചേർന്ന് ഷീ സ്റ്റേ ഹോം. ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകരിൽ ഒരു വലിയ ശതമാനം സ്ത്രീകളാണ്. അവരെ പാതിരാത്രിയിൽ വന്നാലും നിർഭയമായി വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ താമസിക്കാനുള്ള ഒരു അന്തരീക്ഷം നഗരസഭ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ദേവസ്വത്തിന് പോലും അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ചെയ്യുണ്ടായിരിക്കും, അവർ ചെയ്യാൻ ഒരുപാട് കാര്യം അവർ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ഒരു ആവശ്യമാണ്, നമ്മുടെ ഒരു ബാധ്യതയാണെന്ന് കണ്ട് നമ്മൾ ചെയ്തു. ഇതൊക്കെ നടത്തിക്കുന്നതിന്റെ പ്രത്യേകത, ഇതെല്ലാം നടത്തുന്നത് നമ്മുടെ കുടുംബശ്രീയാണ്. സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളും ലോഡ്ജുകളും ഒക്കെ പണിതാൽ അത് വാടകയ്ക്ക് കൊടുക്കുക, ലീസിന് കൊടുക്കുകയാണ് ചെയ്യുക. കാരണം അതിന് വരുമാനം ഉണ്ടാവും. നമ്മൾ കണ്ടത് അങ്ങനെയല്ല. വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമല്ല നഗരസഭ. വരുമാനം ഉണ്ടാവണം, അതോടൊപ്പം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തൊഴിലും കൊടുക്കാൻ കഴിയണം. ആ നിലയിൽ ഏകദേശം 100-ലധികം ആളുകൾക്ക്, സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് ഈ കേന്ദ്രങ്ങളിലൂടെ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് ഒരു 77-ലോ മറ്റോ ആണ് ബസ് സ്റ്റാൻഡ് ഗുരുവായൂർ വരുന്നത്. 1/2 നൂറ്റാണ്ടായി. അത് അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല ബസ് സ്റ്റാൻഡായിരുന്നു. പക്ഷെ പൊളിഞ്ഞു വീഴാറെ എത്രയോ വർഷം, 15 വർഷമായി അതിന്റെ പാളികൾ വീഴുക, ആളുകളുടെ മേലേക്ക് വീഴുക എന്നും വാർത്തയാണ് അതിലൊക്കെ. അപ്പോൾ എല്ലാവരും ശ്രമിച്ചു, എല്ലാ കൗൺസിലുകളും ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൗൺസിൽ അതിന് വേണ്ടി വലിയൊരു രൂപരേഖ തയ്യാറാക്കി. പക്ഷെ കോവിഡൊക്കെ വന്നുകൊണ്ട് അവർക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടുന്ന ഈ കൗൺസിൽ വന്നിട്ടും ആദ്യത്തെ 2 കൊല്ലം നമുക്ക് കോവിഡായിരുന്നു. എല്ലാവർക്കും അറിയാം, കോവിഡിനും ജനങ്ങളെ രക്ഷിക്കലായിരുന്നു പ്രധാന ജോലി. അപ്പൊ നമ്മള് അത് കഴിഞ്ഞ ഉടനെ ഏറ്റവും ആദ്യം എടുത്ത കാര്യമാണ്. ഇപ്പൊ അത് പണി ഏകദേശം പൂർത്തിയാവാറായി. നമുക്ക് ഈ കൗൺസിലിന്റെ കാലത്ത് തുറന്നു കൊടുക്കാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ഏറ്റവും നല്ല ബസ് സ്റ്റാൻഡായി. ഇപ്പോൾ കുന്നംകുളത്താണ് കേരളത്തിലെ ഏറ്റവും നല്ല ബസ് സ്റ്റാൻഡുകളിലൊന്ന്. അതിനേക്കാൾ വിശാലമായ സൗകര്യങ്ങളുള്ള എക്സലേറ്ററും ലിഫ്റ്റും ഹോളും ഒക്കെയുള്ള വിപുലമായൊരു സംവിധാനമാണ്. അതിനോട് ചേർന്ന് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ്. ഗുരുവായൂർ നടയിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് അത്യാവശ്യം കച്ചവട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഷോപ്പിംഗ് നടത്തി അവിടെ നേരെ ചെന്നിറങ്ങുന്ന ബസ് സ്റ്റാൻഡിലേക്ക് എന്ന രീതിയിൽ മനോഹരമായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് പൂർത്തിയായാൽ ഗുരുവായൂർ കിഴക്കേ നേരം മുഖച്ഛായ തന്നെ മാറുന്നുള്ളതാണ്. അപ്പോൾ ഏത് നിലയിലും ഗുരുവായൂരിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സംസ്കരണത്തിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു നഗരമായി മാറി. 2023 നഗരകാര്യ മന്ത്രാലയം നടത്തിയിട്ടുള്ള ISL ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് എന്ന് പറയുന്ന ഒരു മത്സരം, അതിൽ 4252 മറ്റോ നഗരസഭകൾ പങ്കെടുത്തു. അതിൽ 10 നഗരങ്ങളെ തെരഞ്ഞെടുത്തതിൽ ഒരു നഗരം ഗുരുവായൂർ നഗരമായിരുന്നു. അത് ചെറിയൊരു കാര്യമല്ല. കാരണം 3 കോടിയിലധികം ആളുകൾ വന്നു പോകുന്ന ഒരു നഗരം, ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നം നേരിട്ടൊരു നഗരത്തെ ഇന്ത്യയിലെ മാലിന്യ വിമുക്ത നഗരങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു നഗരമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്, അത് ഞാൻ പറയുന്നത് ഒരു കൗൺസിലിന്റെ മിടുക്ക് എന്നതിനപ്പുറം ഗുരുവായൂരിലെ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ ജനങ്ങളുടെ പിന്തുണ ആർജിക്കാനായി കൗൺസിലിന് സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിന് കച്ചവട സമൂഹം നൽകിയിട്ടുള്ള പിന്തുണ ചെറുതല്ല, വലിയ പിന്തുണയായിരുന്നു നൽകിയിട്ടുള്ളത്. ഞാൻ ആദ്യം ചെയർമാനായിരിക്കുന്ന സമയത്താണ് ഇവിടെ നശിക്കാത്ത പ്ലാസ്റ്റിക് നശിപ്പിക്കും ഈ ഭൂമിയെ എന്നൊരു മുദ്രാവാക്യം വെച്ച് ഗുരുവായൂരിൽ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റി ക്യാരി ബാഗ് നിരോധിത മുനിസിപ്പാലിറ്റി ആയിട്ട് അന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ ഗുരുവായൂരായിരുന്നു. അന്ന് അത് വലിയ പ്രചാരണം കിട്ടി. കാരണം എല്ലാ കച്ചവടക്കാരോടും പറഞ്ഞു, നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഒന്ന് മാറ്റണം. അവരത് ടേബിൾ വർക്കും ഞങ്ങൾക്ക് സമയം തരണം. കാരണം പേരൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവും, പീടികളുടെ ഒക്കെ പേരടിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു 4 മാസം സമയം കൊടുത്തു അവരെല്ലാം മാറ്റി തുണിസഞ്ചിയിലേക്ക് മാറി. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വലിയ ക്യാമ്പയിൻ നടത്തി.
അവസാനം ബസ്സിൽ വരുന്ന ആളുകൾ ഗുരുവായൂർ എത്താറായാൽ ബസ്സിലെ കണ്ടക്ടർ പറയാൻ തുടങ്ങി, ഗുരുവായൂർ എത്താറായിട്ട് പ്ലാസ്റ്റിക് സഞ്ചി ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോളൂ. ആ നിലയ്ക്ക് അതിന്റെ സന്ദേശം എത്തി എന്നുള്ളതാണ്. അതിൽ NCC വളണ്ടിയർമാര്, NCC കാഡറ്റുമാര്, NSS വളണ്ടിയർമാര് കോളേജുകളിലെയും സ്കൂളുകളിലെയും പിന്നെ സമൂഹം ആകെ അതിന് പിന്തുണ നൽകി 2009. ഇപ്പൊ അത് പിന്നീട് കോവിഡ് വന്നു, അതോടുകൂടി ഇതിന്റെ താളം തെറ്റി, അറിയാലോ. പക്ഷെ ഇപ്പൊ നമ്മൾ വീണ്ടും അത് അതിജീവിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഗുരുവായൂർ ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുമ്പാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധി, ശ്രദ്ധേയമായ വിധി വന്നു. ആഘോഷവേളകളിൽ അവിടെ ഒന്നും 5 ലിറ്റർ താഴെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കല്യാണ മണ്ഡപങ്ങൾ, ഹോട്ടലുകളൊന്നും പാടില്ല. ഹൈക്കോടതി വിധി വരുന്നതിന്റെ 1 വർഷം മുമ്പ് ഗുരുവായൂർ നഗരസഭ ഗുരുവായൂരിലെ കച്ചവടക്കാരോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു. തീരുമാനം എടുക്കാൻ നമുക്ക് അധികാരമില്ല. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഉപേക്ഷിക്കണം. ഗുരുവായൂരത്തിൽ ഒറ്റ ഹോട്ടലുകാർ, ഒറ്റ ലോഡ്ജുകാർ, ഒരു കല്യാണ മണ്ഡപം ഇപ്പോൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പേപ്പർ ഗ്ലാസോ പ്ലാസ്റ്റിക് ഗ്ലാസോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ ഉപയോഗിക്കുന്നില്ല. വളരെ ആരെങ്കിലും രഹസ്യമായി ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. എന്തായാലും അതിനൊക്കെ സഹകരിച്ചതുകൊണ്ടാണ് നടന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസം ഗുരുവായൂരിൽ ഉണ്ടാവുന്ന ടൺ കണക്കിന് മാലിന്യം നമ്മൾ ശാസ്ത്രീയമായി നമുക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞു. ഗുരുവായൂരിന്റെ ഒരു ശാപഗ്രസ്തമായിട്ടുള്ളൊരു പേരാണല്ലോ ശവക്കോട്ട. ശവക്കോട്ട എന്ന് പറഞ്ഞാൽ കുന്നംകുളത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് കോട്ടപ്പടി എത്തിയാൽ ഗുരുവായൂർ എത്തി എന്നറിയാൻ കഴിയാൻ വേറൊന്നും വേണ്ട, അവിടെ എത്തിയാൽ തന്നത്താൻ മൂക്ക് പോകും. ഇന്ന് ആ ശവക്കോട്ട മാറിയത് എങ്ങനെയാ? 3.5 ഏക്കറോളം വരുന്ന ഭൂമി മാലിന്യമലകളാൽ നിറഞ്ഞു നിന്നിരുന്നൊരു ഭൂമി, ദുർഗന്ധപൂരിതമായിരുന്നൊരു ഭൂമി, അവിടെ അതിപ്രാകൃതമായി ഉണ്ടായിരുന്നൊരു ശ്മശാനം, അനാഥ ജഡങ്ങളും അജ്ഞാത ജഡങ്ങളും ഒക്കെ പോലീസൊക്കെ കൊണ്ടുപോയി സംസ്കരിക്കുന്ന, ഒരു ഗതിയില്ലാത്തവൻ മാത്രം പോയി മൃതദേഹം സംസ്കരിച്ചിരുന്ന, നിരവധി പാമ്പും അതുപോലെ വിഷജന്തുക്കളെല്ലാം അധിവസിച്ചിരുന്ന, ഭയവും അതുപോലെ തന്നെ വെറുപ്പും തോന്നുന്ന ഒരു ഭൂമി. അതിനാണ് ശവക്കോട്ട എന്നുള്ള പേര്. ആ പേര് മാറ്റി എന്നുള്ളത് മാത്രമല്ല, ആ സ്ഥലം തന്നെ മാറിയില്ലേ. ആ 3.5 ഏക്കർ ഭൂമി ഇപ്പം എന്തായി മാറി? AC രാമന്റെ പേരിലുള്ള ഒരു കുട്ടികളുടെ പാർക്കാണ്. AC രാമൻ എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന ആളാണ്. പൊന്നാനി താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഒരു മഹാനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ AC രാമൻ പാർക്ക് ഉണ്ടാക്കി. അതിന്റെ ഒരു ഭാഗത്ത് വഴിയോര വിശ്രമ കേന്ദ്രം ഉണ്ടാക്കി. ഒരു ഭാഗത്ത് ഈ തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി ഗ്യാസ് കമ്മിറ്റോറിയം സ്ഥാപിച്ച നഗരസഭ ഗുരുവായൂരാണ്. ഒരു ഭാഗം അതിന് പ്രയോജനപ്പെടുത്തി. അതിന് മറ്റൊരു ഭാഗം നമ്മളിപ്പോൾ ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന്റെ ബയോ പാർക്കായിട്ട് മാറി. അവിടെ ഇപ്പോൾ ഒരു ദിവസം 7 ടൺ ജൈവ മാലിന്യം വളമാക്കി മാറ്റുന്ന വള നിർമ്മാണശാല പ്രവർത്തിക്കുകയാണ്. 7 ടൺ ഗുരുവായൂർ കല്യാണ മണ്ഡപങ്ങളിലും അതുപോലെ അമ്പലത്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ജൈവമാലിന്യം കൊണ്ടുപോയി വളമാക്കി ആ വളം കർഷകർക്ക് നൽകി ഒരു കേന്ദ്രം പ്രവർത്തിക്കുകയാണ്. 100 കണക്കിന് സഹോദരിമാരാണ് അതിന്റെ ഭാഗമായി തൊഴിലെടുത്ത് ജീവിക്കുന്നത്, മാന്യമായ തൊഴിലെടുത്ത്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കൂടി ആയതോടുകൂടി അജൈവ മാലിന്യം വീടുകളിൽ കെട്ടിശേഖരിക്കുന്നതും കൊണ്ടുപോകാന്നതോടുകൂടി വലിച്ചെറിയാൻ മാലിന്യമില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചപ്പോഴാണ് ഗുരുവായൂർ മാലിന്യ വിമുക്ത നഗരസഭയായി മാറിയത്. അതുകൊണ്ടാണ് ISLന് അംഗീകാരം കിട്ടിയെന്ന് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ നഗരകാര്യ മന്ത്രാലയം നടത്തിയ ശുചിത്വ സർവേയിൽ, സ്വച്ഛ് സർവേഷൻ എന്നാണ് അതിന്റെ പേര്, അതിൽ ആകെ 4000-ലധികം നഗരസഭകൾ പങ്കെടുത്തപ്പോൾ ഈ ഗുരുവായൂർ നഗരസഭ ഉൾപ്പെടെ 8 നഗരങ്ങൾ 100 റാങ്കിൽ പെട്ടു എന്നുള്ളതാണ്. അതിലൊരു നഗരസഭ ഗുരുവായൂരാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ റാങ്കിങ് എന്ന് പറയുന്നത് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ റാങ്കിങ് ഈ 4000-ൽ 2300, 2400 അവിടെയാണ് നമ്മൾ 60, 70, 80ലേക്ക് മാറിയത്. അത് നമ്മുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഗുരുവായൂർ നഗരസഭയ്ക്ക് ശുചിത്വവും പരിസര മലിനീകരണം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് അവാർഡുകൾ വേറെ കിട്ടി. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കേരളത്തിലെ പൊല്യൂഷൻ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമാണ്. അവര് കേരളത്തിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയിൽ ഈ രംഗത്ത് ഇടപെടുന്ന മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയ്ക്കാണ് ഗുരുവായൂർ നഗരസഭയ്ക്ക് അതിന്റെ പ്ലാറ്റിനം അവാർഡ് നൽകിയത്. അതിന്റെ ഒരു 4 മാസം മുമ്പാണ്, ജൂൺ 5-ന് കാലാവസ്ഥ അതുപോലെ തന്നെ പരിസ്ഥിതി വകുപ്പുണ്ട് സ്റ്റേറ്റിന്റെ, അവര് എല്ലാ നഗരസഭകൾക്കും കൊടുക്കുന്ന ഒരു നഗരസഭകൾക്കല്ല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നഗരസഭകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡുണ്ട്. അതിന്റെ പേര് പരിസ്ഥിതി മിത്രമാണ്, കേരള പരിസ്ഥിതി മിത്രം. 1 ലക്ഷം രൂപയാണ് അതിന്റെ അവാർഡ്. ആ അവാർഡ് ഗുരുവായൂർ നഗരസഭയ്ക്ക് ലഭിച്ചു. ഇപ്പോ ആരോഗ്യ മേഖലയിൽ നഗരസഭയുടെ ഇടപെടൽ, കേരളത്തിന്റെ ആരോഗ്യ മേഖല പൊതുവിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലാണ്. ഗുരുവായൂർ നഗരസഭയിൽ ഈ കൗൺസിൽ വന്നതിന് ശേഷം 3 അർബൻ വെൽനസ് സെന്ററുകൾ തുടങ്ങി.
അർബൻ വെൽനസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഈ 3 അർബൻ വെൽനസ് സെന്ററിലും ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, ഒരു ഫാർമസിസ്റ്റ്. തീർച്ചയായിട്ടും ഇവരുടെ സേവനം ജനങ്ങൾക്ക് കിട്ടുകയാണ്. ഗുരുവായൂരിൽ സേവനം ഒന്നുമില്ല. ഗുരുവായൂർ അർബൻ ഹെൽത്ത് സെന്റർ ഉണ്ട്. അർബൻ ഹെൽത്ത് സെന്ററിൽ 3 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്. സ്കിൻ സ്പെഷ്യലിസ്റ്റ്, ENT സ്പെഷ്യലിസ്റ്റ്, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ്. 3 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ. ഈ വെൽനസ് സെന്ററുകൾ തൈക്കാടും പൂക്കോടുമുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഇതെല്ലാം ചെയ്തപ്പോഴാണ് കേരള സംസ്ഥാനത്തിലെ ആരോഗ്യ മേഖലയെ ഏറ്റവും നന്നായി ഇടപെടുന്ന മുനിസിപ്പാലിറ്റികൾ കൊടുക്കുന്ന ആർദ്ര കേരള പുരസ്കാരം ഗുരുവായൂർ നഗരസഭയെ തേടിയെത്തിയത്. പ്രഖ്യാപിച്ചു. ഗുരുവായൂരിനാണ് പ്രഖ്യാപിച്ചില്ല, സമയം നിശ്ചയിച്ചില്ല. 1 ലക്ഷം രൂപയാണ് അതിന്റെ അവാർഡ് തുക. നേരത്തെ 1 ലക്ഷമല്ല, 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. നേരത്തെ മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിച്ചു. ആ മാലിന്യമുക്തം നവകേരളത്തിൽ കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു അവാർഡ് ലഭിച്ചു. അതിന് നമുക്ക് 1 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ 10ഉം 2ഉം 12 ലക്ഷം രൂപ അവാർഡിനത്തിൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു. കേരളത്തിൽ കുടുംബശ്രീ സംവിധാനത്തെ ഏറ്റവും നന്നായി പിന്തുണയ്ക്കുന്ന മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയിൽ നമുക്ക് ഒപ്പം എന്ന് പറയുന്ന ഒരു അവാർഡ് ലഭിച്ചു. അതിന്റെ അവാർഡ് തുക 50,000 രൂപയാണ്. ഇതിനേക്കാൾ ഒക്കെ പ്രധാനപ്പെട്ടതാണ് കേരള സംസ്ഥാന സർക്കാർ ആ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ലോക്കൽ ബോഡിക്ക് നൽകുന്ന, എല്ലാ വർഷവും നൽകുന്ന എല്ലാ നേട്ടങ്ങളും പരിഗണിച്ച് വരുമാന വർധനവ്, പരിസര മലിനീകരണം ശ്രദ്ധിക്കല്, ശുചിത്വം, അതേപോലെ തന്നെ വാർഷിക പദ്ധതികളുടെ നിർവഹണം, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പിലാക്കൽ, ഇതെല്ലാം പരിഗണിച്ച് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ് സ്വരാജ് ട്രോഫി. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 തവണ കിട്ടിയ ഏക നഗരസഭ ഗുരുവായൂർ നഗരസഭ. ഓരോ തവണയും നമുക്ക് 50 ലക്ഷം രൂപ. അപ്പോൾ 1,12,50,000 രൂപ അവാർഡ് തുക എന്നുള്ള നിലയിൽ മാത്രം ഗുരുവായൂർ നഗരസഭയുടെ ഖജനാവിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. പണത്തിന്റെ വലിപ്പത്തിനേക്കാൾ ഇതിലൊക്കെ ഇടപെടാനും വിജയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വലിയ വലിയ അഭിമാനത്തോടു കൂടി മാത്രം ഓർക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു കാര്യം സന്ദർഭത്തിൽ പറയാം, രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങളൊക്കെ കൗൺസിലിൽ വരാറുണ്ട്. പക്ഷേ ഗുരുവായൂരിന്റെ പൊതുവികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരെയും കൊണ്ട് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഈ വിജയത്തിനൊക്കെ പ്രധാനപ്പെട്ട കാരണമായിരുന്നു. ഞാനിങ്ങനെ ചോദിക്കാൻ പോയ ഒരു കാര്യം ഇതായിരുന്നു. ഈ ഒരു കാലഘട്ടങ്ങളിൽ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടുത്തെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ, പ്രതിപക്ഷത്തിന്റെ ഒരു പങ്ക് എങ്ങനെയാണ്? അവരുടെ ഒരു ക്രിയാത്മകത അല്ലെങ്കിൽ അവരുടെ ഒരു പങ്ക് വളരെ ഓപ്പൺ ആയിട്ട് പറയാം. പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള അവർക്ക് അവരുടേതായിട്ടുള്ള ചില രീതികളും സമ്പ്രദായങ്ങളുണ്ടല്ലോ, അതൊക്കെ അവർ ചെയ്യാറുണ്ട്. അവർ ഏത് കാര്യത്തിലും വിയോജിപ്പ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പണിയാൻ വേണ്ടി വായ്പ എടുക്കാൻ തീരുമാനിച്ചു. അവർ ഉടനെ പറഞ്ഞു വായ്പ എടുക്കാൻ പാടില്ല, കടം മേടിക്കരുത്, ചെയർമാനെ നിങ്ങളെ മുടിയനായ പുത്രൻ എന്ന് കാലം വിളിക്കും. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വികസനം നടത്താൻ പണം വേണമെങ്കിൽ കടമെടുക്കും. സംസ്ഥാനം, കേന്ദ്രം ഒക്കെ വായ്പ എടുക്കുന്നതാണ്. അത് സമയബന്ധിതമായി തീർക്കാൻ ഒരു അതിൻ്റെ ഒരു ഇത് മുന്നിൽ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ അവർ പറയാറുണ്ട് അവർക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തിന് പോലും വളരെ കൃത്യമായ നിലയിൽ ഒരു വിമർശനം നടത്താൻ ഈ കഴിഞ്ഞ 5 വർഷം സാധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ സാധിക്കാത്ത വിധം ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അവരുടെ കൂടി അഭിപ്രായം തേടാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾ മുനിസിപ്പൽ ആക്ടിൽ എവിടെയും പ്രതിപക്ഷം എന്ന് പറയുന്നില്ല. പ്രതിപക്ഷം എന്നുള്ളതൊരു സങ്കല്പം മാത്രമാണ്. ഒരുമിച്ച് നിന്ന് നാടിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയേണ്ടടുത്ത് പറയണം, ശക്തമായി എതിർക്കണം. ആ അഭിപ്രായങ്ങൾ അതിന്റെ വഴിക്ക് നടക്കും. പക്ഷേ നാടിന്റെ വികസനത്തിൽ അതിനല്ല പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇപ്പോഴും തുടരുന്നു. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വലിയൊരു വിഷമമാണ് ഇത്. ഈ ഗുരുവായൂരിൽ കിട്ടുന്ന ഈ സമ്മാനങ്ങളൊക്കെ മുഖ്യമന്ത്രി മകൾക്ക് കൊടുക്കുന്ന സമ്മാനമായിട്ടൊക്കെ ഞാൻ കേട്ടു. മന്നായ നമ്മുടെ സുഹൃത്ത് മുൻ MLA വടക്കാഞ്ചേരിയിലെ ശ്രീ അനിലക്കരയാണിത് പറഞ്ഞത്. അദ്ദേഹത്തെ പോലുള്ള ഒരാളൊന്നും അങ്ങനെ പറയാൻ പാടില്ല. അവാർഡ് കിട്ടുന്നതിനൊക്കെ മാനദണ്ഡങ്ങളില്ലേ? എനിക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന്റെ 2 തവണ അംഗീകാരം കിട്ടിയത് ഇങ്ങനെയാണോ? മാത്രമല്ല, ഈ അവാർഡുകൾക്കൊക്കെ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, ചില നിബന്ധനകളുണ്ട്. അതൊക്കെ പരിശോധിച്ചു. ഇപ്പൊ ഞങ്ങളുടെ കൂടെ അവാർഡ് കിട്ടിയ കുറെ UDF നഗരസഭകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും അങ്ങനെയാണെന്ന് പറയൂ. ഒരു രാഷ്ട്രീയത്തിന്റെ അഭിപ്രായം, രാഷ്ട്രീയത്തിന്റെ ഭാഗമായ അഭിപ്രായം പറയാന്നല്ലാതെ അതൊന്നും ഒരു ഗൗരവപ്പെട്ട രീതിയിൽ ഞാൻ എടുത്തിട്ടില്ല. വിമർശനമായിട്ട് പോലും ഞാൻ എടുത്തിട്ടില്ല. ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ, എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ എന്നുള്ളത് എനിക്ക് പറഞ്ഞു എന്നല്ലാതെ അതിന് വലിയ കാര്യമുള്ളതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഗുരുവായൂരിനെ സംബന്ധിച്ച് ഗുരുവായൂരിൽ പല
സംഘടനകളുണ്ട്, ഇപ്പൊ ക്ലബ്ബുകളുണ്ട്, ഇപ്പൊ ബ്രദേഴ്സ് ക്ലബ്ബ് പോലെയൊക്കെയുള്ള സംഘടനകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ഇപ്പൊ നേരത്തെ വ്യാപാരി അവരുടെ ഒരു കൂട്ടായ്മകളെ പറ്റിയിട്ട് അവരുടെ പങ്കിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള സംഘടനകൾ ഇപ്പൊ ദൃശ്യ ഗുരുവായൂരുണ്ട്, അങ്ങനെയുള്ള സംഘടനകളുടെ ഒക്കെ ഒരു സഹകരണവും എല്ലാവരുടെയും സഹകരണം നമുക്ക് കിട്ടാറുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ സംഘടനകളും അത് കച്ചവട സംഘടനകള്, അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകൾ, ക്ലബ്ബുകള്, പിന്നെ മാധ്യമ സുഹൃത്തുക്കള്, ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയത്തെ നിശിതമായി വിമർശിക്കുന്ന മുഖ്യധാരാ പത്രങ്ങളൊക്കെ സജീവമുള്ള കാലമാണ്. പക്ഷെ അവരൊക്കെ നമ്മളെ ഗുരുവായൂർ നഗരസഭയുടെ പ്രവർത്തനമായിട്ട് വരുമ്പോൾ അവരൊക്കെ നമ്മൾ നന്നായി, അവർക്ക് അറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ നന്നായി കൊടുക്കുന്നത്. എല്ലാ നിലയിലും എല്ലാവരും പിന്തുണ നൽകുന്നതുകൊണ്ടാണ് നേടാൻ കഴിയണത്, സംശയമില്ല. ഈ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നേതാക്കളായിട്ട് അങ്ങേക്ക് വലിയ ബന്ധങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോ EMSന്റെ ചിത്രങ്ങളൊക്കെ പലപ്പോഴും EMSന്റെ കൂടെയുള്ള ചിത്രങ്ങൾ, അദ്ദേഹം എഴുതിയ കത്തും അങ്ങനെയുള്ള വിശേഷങ്ങൾ, ഉമ്മൻചാണ്ടിയായിട്ട് അല്ലെങ്കിൽ പല രാഷ്ട്രീയത്തിലുമുള്ള പല നേതാക്കൾ, ദേശീയ സംസ്ഥാന നേതാക്കൾ, അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഒന്ന്. EMSനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഗുരുവായൂരിൽ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണ് ഇവിടെ അദ്ദേഹം വരുന്നത്. അന്ന് വൈദ്യരുടെ സ്കൂളിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുക്കുന്നത്, വൈദ്യരുടെ സ്കൂളിൽ. അന്നൊരു ചെറിയ കാഴ്ച മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് റെഡ് ഹൗസ് പകുതി പണി തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിച്ച്, ഇന്ദിരാഗാന്ധിക്കെതിരെ അവിടെ വന്ന് പ്രസംഗിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ശരിയായ രീതിയിൽ കാണുന്നത് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന്റെ റാലിയിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോഴാണ്. EMSനോട് വലിയ ആരാധനയാണ്. കാരണം ഒരു ജീവിതം എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു ജീവിതം ഉപേക്ഷിച്ച് തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച, ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രനാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് വലിയ ആരാധനയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ഗുരുവായൂരിൽ ഞാൻ തന്നെ മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ള ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന്റെ ഒരു പരിപാടിയിൽ, എനിക്ക് തോന്നുന്നു 60-ാം വാർഷികമാണെന്ന് തോന്നുന്നുണ്ട്, ഗുരുവായൂർ സത്ര ഹാളിൽ MP വീരേന്ദ്രകുമാറും കോളാടി ഗോവിന്ദൻ കുട്ടിയൊക്കെ പങ്കെടുത്തുകൊണ്ട് വലിയൊരു പരിപാടി സംഘടിപ്പിച്ചു. അന്നാണ് EMSനെ ഏറ്റവും അടുത്ത് കാണുന്നതും. പിന്നീട് ദേശാഭിമാനി പത്രത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഗുരുവായൂർ നഗരത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാൻ EMSന് ഒരു കത്ത് അയക്കുകയും അദ്ദേഹം എനിക്കൊരു കത്ത് തിരിച്ചയക്കുകയും ചെയ്തു. ആ കത്ത് ഞാനൊരു നിധി പോലെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. EMSനെ എനിക്ക് ആ നിലയിൽ തന്നെ വലിയ ആദരവാണ് എന്നും. അത് EMS ഇല്ലാത്തൊരു കേരളം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും അന്നത്തെ കാലത്ത് കഴിയുമായിരുന്നില്ല. അതാണ് EMSമായിട്ട് അടുപ്പം. പിന്നെ പാർട്ടി നേതാക്കന്മാരൊക്കെ അതാത് കാലത്ത് വരുന്ന എല്ലാവരുമായിട്ട് അടുപ്പുണ്ട്. രാഷ്ട്രീയ ഭിന്നചേരിയിൽ നിൽക്കുന്ന നേതാക്കന്മാരോടും ചില ആളുകളുമായിട്ട് അടുപ്പം, നല്ല അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തില് BJP കാര്യമായിട്ടൊരു മുന്നേറ്റം ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ നടത്തി എന്നുള്ളത് വലിയൊരു സത്യമാണ്. എങ്ങനെയാണ് ആ ഒരു വളർച്ചയെ കാണുന്നത്? അത് മറ്റു പാർട്ടികളുടെ ഒരു പരാജയമാണോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? BJPക്ക് ഇന്ത്യയിൽ പൊതുവിൽ വളർച്ച ഉണ്ടായതാണല്ലോ. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു വളർച്ച അവർക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗുരുവായൂരിൽ BJPയുടെ വളർച്ച എന്ന് പറയുന്നതിന് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ ഗുരുവായൂർ നഗരസഭയിൽ BJPക്ക് ഇപ്പോൾ 2 കൗൺസിലർമാരുണ്ട്. അവർ BJP ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചവരാണ്. പക്ഷെ ഗുരുവായൂരിൽ ആദ്യമായി BJPക്ക് 2 കൗൺസിലർമാരെ ഉണ്ടാക്കി കൊടുത്തത് UDF ആണ്. UDFന്റെ ഞാൻ മത്സരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2005 തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ BJP UDF മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. പേരിൽ മുന്നണി എന്നില്ല, ശരിയാ. ആകെയുള്ള 22 വാർഡിൽ 20 വാർഡിൽ UDF മത്സരിച്ചു. 2 വാർഡിൽ UDFന് സ്ഥാനാർത്ഥിയില്ലായില്ല. ആ 2 വാർഡുകളിൽ സ്വതന്ത്രർ എന്ന പേരിൽ 2 BJPക്കാരെ മത്സരിപ്പിച്ചു. ഒന്ന് ഇപ്പോഴത്തെ കൗൺസിലറായ ശോഭാ ഹരിനാരായണൻ, മറ്റൊന്ന് ജീന സുരേന്ദ്രൻ. ഈ 2 പേരും ജയിക്കുകയാണ്. ജയിച്ചു കഴിഞ്ഞ് ജയിച്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വരെ അവരുടെ ചിഹ്നം കണ്ണടയും കൊടയുമാണ്. കണ്ണടയും ശംഖുമായിരുന്നു. ശോഭയുടെ ചിഹ്നം ശംഖും, ജീനയുടെ ചിഹ്നം കണ്ണടയായിരുന്നു. പക്ഷെ ജയിച്ചു എന്ന് വന്നപ്പോൾ ഇവര് കൊടി മാറ്റി BJP ജയിച്ചു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചത് പഴയ പത്രപ്രവർത്തകർക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ BJPയെ ഗുരുവായൂർ നഗരസഭയിൽ ആദ്യമായി അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. പിന്നെ അതിനുശേഷം 2010 തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് BJPക്ക് ഒരു കൗൺസിലർ ഉണ്ടായത്. 2015 തെരഞ്ഞെടുപ്പിൽ ഒരു കൗൺസിലർ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ 2 കൗൺസിലർ ഉണ്ടായി. BJPക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ജനാധിപത്യ ശക്തികൾക്ക് ക്ഷീണം സംഭവിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ശക്തികൾ ഉയർന്നു വരിക. അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കണം. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ ആപത്തിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്നതാണ്. ഇലക്ഷനൊക്കെ വന്നൊക്കെയാണ്, എങ്ങനെയാണ് കാണുന്നത്? ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം നന്നായി വിജയിക്കും.
വീണ്ടും ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ അധികാരത്തിൽ. ചെയർമാൻമാരുടെ ചേംബറിന്റെ ചെയർമാനും കൂടിയാണ് അങ്ങ്. എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തുന്നത്? അത് നമ്മളെ ഏൽപ്പിച്ച ഒരു ചുമതല അത് അതിന്റെ സത്യസന്ധമായി നിർവഹിക്കുക. എന്നെ ഞാൻ പഠിച്ച രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അപ്പോൾ സമയം അപ്പം ഉണ്ടാവും. അതിന് സമയം 87 നഗരസഭകളുടെ പൊതുവേദിയായിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ ചേംബറിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഈ ചെയർമാൻമാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളൊക്കെ യഥാസമയം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ചെയർമാൻമാരും എൻ്റെ പ്രവർത്തനത്തെ അവർ പറയാറുണ്ട്. ഏത് കാര്യം പറഞ്ഞാലും കൃഷ്ണദാസനായിട്ട് ബന്ധപ്പെട്ടാൽ മതി, ചെയ്തു തരും. നമ്മുടെ ഇവിടെ അതിന്റെ പേരിൽ ഇവിടെ സമയം കിട്ടാതെ അത് ഒരു കൂട്ടായ പ്രവർത്തനമല്ലേ. ഇവിടെ വൈസ് ചെയർമാനുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, കൗൺസിലർമാരുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് സാന്നിധ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ എവിടെ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുതിയ കാലം അതെല്ലാം ചെയ്തു. ഒരു രഹസ്യം ചോദിക്കുകയാണ്. അത് പാർട്ടി തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറരുത്. ഇത്രയും സീനിയർ ആയിട്ടുള്ള അങ്ങ് അടുത്ത ഗുരുവായൂരിന്റെ MLA ആവും? ഒരിക്കലും അതൊന്നും അങ്ങനെ ഒരു ചിന്ത അങ്ങനെ ചോദിക്കാൻ തന്നെ പാടില്ല. കാരണം ഗുരുവായൂർ ഇപ്പം നല്ലൊരു MLA ഉണ്ട്, MK അക്ബർ. ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. ഗുരുവായൂരിന്റെ മനസ്സറിഞ്ഞ, ഗുരുവായൂർ മണ്ഡലത്തിന്റെ മനസ്സറിഞ്ഞ, ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാവും. നല്ല MLA ആണ്. തീർച്ചയായിട്ടും അതിലൊന്നും യാതൊരു ഒരു അങ്ങനെ ചോദ്യത്തിന് പോലും ഒരു പ്രസക്തി അല്ല. അക്ബർ നല്ല ആളല്ല എന്നല്ല, അങ്ങനെ ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ യെസ് പറയില്ലേ? ഇപ്പോഴത്തെ തൊട്ട് മുമ്പിലില്ല. അങ്ങനെ അല്ല, അങ്ങനെ ഒരു സാധ്യതയുടെ പ്രശ്നമില്ല. പറയേണ്ട കാര്യം അതൊന്നുമില്ല. ഇപ്പോ 15 വർഷമായിട്ട് ഇവിടെ 20ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ്. അബ്ദുൽ ഖാദർ 15 വർഷം MLA ആയിരുന്നു, അക്ബറായിരുന്നു. അത് തുടരും. ഏറെ തിരക്കുകൾക്കിടയിൽ ഇത്രയും ഹൃദയം തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിന് പ്രത്യേകം നന്ദി. എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായിട്ടും പിന്തുണയും. എല്ലാവർക്കും നല്ല നമസ്കാരം. താങ്ക് യു. ഓക്കെ. താങ്ക് യു.